മാധു, കേരള പ്രദേശ് കൂടോത്ര കമ്മിറ്റി എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. കാരണം കോൺഗ്രസിൽ ഇപ്പോഴും ആധുനിക രീതിയിൽ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നെഹ്റുവിനെ കുറിച്ച് വോട്ട് ചെയ്യാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന് വേറെ കഥയുണ്ട്. ജേക്കബ് സാറിനും പ്രിയപ്പെട്ട അജിത് സാറിനൊക്കെ അറിയാം. ഇന്ത്യയിലെ പ്രശസ്തമായ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞതിൽ എല്ലാവർക്കും അറിയാം. ആ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിന് ഉദ്ഘാടനത്തിന് ജവഹർലാൽ നെഹ്റുവിനെ ക്ഷണിച്ചപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോലും ഞാൻ വരത്തില്ല, ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ചടങ്ങ് അന്നത്തെ കാലം എന്നായിരിക്കണം അദ്ദേഹം നിരസിച്ചാണ്. അന്ന് അത് വലിയ വാർത്തയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അങ്ങനെ ഒരു മഹാനായ മതേതരവാദിയുടെയും ഈ കൂടോത്ര കമ്മിറ്റിക്കാരുടെയൊക്കെ എതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന ഈ രണ്ട് എം പിമാർ. ആ എം പിമാരെന്നല്ല, പിന്നെയും പേരിലുണ്ട്, നമ്മൾ ഈ ചർച്ചയിൽ അത് പറയുന്നില്ല. ഇവർ ഇത്തരത്തിൽ അധപ്പതിച്ചത് സത്യം പറഞ്ഞ ലജ്ജാകരമാണ്. ഇവിടെ പ്രിയപ്പെട്ട അജിത് സാർ പറഞ്ഞു ഈ കെ സുധാകരൻ ഇത്തരം വിശ്വാസിയൊന്നും അല്ലാന്ന് പറഞ്ഞു. സാറിന് എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതിനാളൊന്നും ആയിട്ടില്ല. മോൻസൺ മാവുങ്കലെന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസ കച്ചവടക്കാരനായിരുന്നു കേരളത്തിൽ. ഒരുപക്ഷെ കേരളത്തിനെ അന്തർദേശീയ തലത്തിൽ അപമാനിച്ച ഒരു പുരാവസ്തു തട്ടിപ്പുകാരൻ. അയാളുടെ സ്ഥിരം ഈ അന്ധവിശ്വാസത്തിന് ബലിയാടായ അവൻ്റെ ആ പറഞ്ഞ മനുഷ്യൻ്റെ സ്ഥിരം സന്ദർശകനുമായിരുന്നു, സാമ്പത്തിക ഇടപാടുള്ള ആളായിരുന്നു ഈ കെ സുധാകരൻ. അയാളുടെ പീഡത്തിലും അയാളുടെ എന്താ പറയുക മോശയുടെ അംശവടിയിലൊക്കെ പിടിച്ചിരിക്കുന്ന കെ സുധാകരൻ്റെ ചിത്രങ്ങൾ അതിലും ലജ്ജാകരമല്ലായിരുന്നോ? യാതൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അയാളുടെ അടുത്ത് കണ്ണ് ചികിത്സിക്കാൻ പോയ വ്യക്തിയാണ് ഈ കെ സുധാകരൻ. അപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ആളെ അന്ധവിശ്വാസിയല്ലെന്നും കൂടോത്രക്കാരല്ലെന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ രാജ്ഭവൻ ഉണ്ണിത്താൻ അത് ഇവർ പറഞ്ഞ കറക്റ്റാണ്. VM സുധീറിൻ്റെ വീട്ടിൽ അയാളുടെ ഒരു ഡസൻ പ്രാവശ്യം അവിടെ ഈ കൂടോത്രക്കാർ കുഴിച്ചോട്ട് സാധനത്തിൻ്റെ അന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തൻ്റെ കുറി മായ്ച്ചു വെച്ചുകൊണ്ട് മുസ്ലിം വോട്ടിന് വേണ്ടി എടുത്ത് കണ്ണൂരിൽ ലാൻഡ് കളി. അതേ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. എങ്ങനെയാണ് ഈ സുധാകരൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊന്നും ഒരു ജോത്സ്യെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ MP അവിടുന്ന് ഈ സാധനം കുഴിച്ചെടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത ജനങ്ങളല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റവാളികൾ? നാണക്കേടല്ലേ കേരളം എന്ന് പറയുന്നത്? നിയമം പാസ്സാക്കണമെന്ന് നിയമസഭ കേട്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി? PT അടക്കം ഉന്നയിച്ച കാര്യങ്ങൾ അന്ന് നിയമസഭ അത് ഗൗരവത്തോടെ പരിഗണിച്ചില്ല, തിരസ്കരിക്കപ്പെട്ടു എന്നതടക്കമുള്ള പരാതി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. PT നമുക്ക് ഒരു പടി മുന്നേ നടന്ന ഒരാളാണ്. അല്ലത് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, വയലാർ രവി ആരായിരുന്നു? വയലാർ രവിയായിട്ട് രാഷ്ട്രീയ അഭിപ്രായം അതൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ നിന്നൊരാളാ. നമ്മുടെ AK ആന്റണി സാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവസാനം വിചിത്രമായ വാദങ്ങളോട് വന്നെങ്കിലും ഞാനൊക്കെ അദ്ദേഹത്തിന് ഇത്തരം നിലപാടുകളെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ ജ്യോത്സ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. കേരളത്തിനെ ഇവരെങ്ങോട്ടാണ് നയിക്കുന്നത് ഈ രാജാക്കന്മാർ? ഇത്ര ലജ്ജാകരമായ രീതിയിൽ കൂടോത്രത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കുറ്റവാളികളാണ്. നിങ്ങളോട് ഞാനൊരു കഥ പറയാം. അതായത് കേരള ആരാധനയോടെ ഇന്നും വീക്ഷിക്കുന്ന നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന നടൻ കെ മധു പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം പറയാം. അദ്ദേഹം 8 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. എന്താ അറിയോ? അദ്ദേഹം ജനിച്ചപ്പോൾ 4 ജ്യോത്സ്യന്മാരെ കൊണ്ട് ജാതകം എഴുതിച്ചു. ഈ 4 ജ്യോത്സ്യന്മാർ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹം 70 വയസ്സിനപ്പുറം ജീവിക്കുകയാണെന്നുള്ള. അദ്ദേഹം അതുകൊണ്ടെന്നുകൂടി 70 വയസ്സിൽ മരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ അദ്ദേഹം ആർഭാടമായിട്ട് ജീവിച്ചത് നഷ്ടപ്പെട്ടു. 90ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചില്ല. ഇന്ന് 5 പൈസ കയ്യിലില്ലെന്നാണ് പറയുന്നത്. 4.5 ലക്ഷം കിലോമീറ്റർ അപ്പുറമുള്ള ചൊവ്വയുടെ പേരിൽ ഇവിടെ എത്രയോ 10,000 ചെറുപ്പക്കാരുടെയും യുവതികളുടെയും ഭാവി നഷ്ടപ്പെട്ട് കല്യാണം പോലും കഴിക്കാതെ നിൽക്കുന്നു. ഈ ഭൂമിയിൽ, ഈ കേരളത്തിലല്ലാണ്ട് ഈ അന്ധവിശ്വാസം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഇവിടെയുള്ളത് മിക്കവരും പോകുന്നില്ലേ? അവിടെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? മലയാളികളുടെ വോട്ടും മേടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോയി നമ്മളെ നന്മകളും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഈ ആധുനിക യുഗത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മനസ്സുമായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട ഇത്തരം നേതാക്കന്മാർ കൂടോത്ര കഥയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ലജ്ജാകരം. ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള മാറ്റിയിട്ട് ഇവരത് റിസൈൻ ചെയ്യണം. ഇവർ എത്ര നാണക്കേടാണ് ആ പാർട്ടിക്ക് വന്നിരിക്കുന്ന ഒരു അപജയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് മാതൃഭൂമി ചർച്ച എടുത്ത് ഞാനും ആസ്വദിച്ചാണ് കേൾക്കുന്നത്. ഇവിടെ മാണി സാറിനെ കുറിച്ച് ജേക്കബ് സാർ പറഞ്ഞതിനോട് 100% ഞാൻ ചോദിക്കുന്നില്ല. കെ മാണി സാർ ഇതിനകത്ത് വിശ്വാസമില്ലാത്ത ഒരാളെന്നുള്ളതാണ് ഒരു പാലനിവാസിയെ എനിക്ക് അറിയാൻ പറ്റുന്നത്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഇത്തരം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുമായിരുന്നു. അദ്ദേഹം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഭക്തിയുണ്ട്. അതിപ്പോൾ ആരുടെയും കുറ്റം പറയാൻ കാര്യമില്ല. അത് ഓരോരുത്തരുടെയും ഡിസ്ക്രിപ്ഷനാണ്. സ്വന്തം തനിക്ക് ഭക്തി വേണമല്ലോ എന്നുള്ളതും. നിങ്ങൾ ആലോചിക്കുക, കേരളത്തിൽ നമ്മൾ നേരത്തെ ജേക്കബ് സാർ പറഞ്ഞത് പ്രേക്ഷകർ കേൾക്കണം. 121 പേരെ കാലവരിക്ക് അയച്ച ഈ ബാബ എന്ന് പറയുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളുടെ പീഡന കേസിൽ അയാൾ ജയിലിൽ കിടന്നയാളാണ്. അയാൾ തിരിച്ചു വന്നിട്ട് ഈ നാടകം കളിച്ചപ്പോൾ ഇന്ത്യയിലെ പ്രബുദ്ധരെന്ന് ഇന്ത്യയിലെ ഉന്നതന്മാരെന്ന് അവകാശപ്പെടുന്ന എത്രയോ നേതാക്കന്മാർ അയാളെ കാലുകൈ പിടിക്കുമായിരുന്നു. അയാളെ ഷൂട്ട് ചവിടുന്ന മണ്ണിന് വേണ്ടിയിട്ട് തിരക്കും കൂട്ടിയല്ലേ 120 പേരെ കൊന്നു കളഞ്ഞത്. ഈ രാജ്യത്ത് അയാളുടെ പേര് ഒരു FIR ഇട്ടോ? ഇല്ല. ഈ നിമിഷം വരെ കൂട്ടക്കൊല നടത്തിയ ആളുടെ പേര് ഒരു FIR പോലും ഇട്ടുമില്ല.
അപ്പോൾ ഈ ആൾദൈവികളെ പൂജിപ്പിക്കുന്നത് കേരളത്തിലെ കഥകൾ പറയാം, ഞാൻ ആരുടെ പേര് എടുത്ത് പറയാൻ പറ്റുന്നില്ല. കേരളത്തിലെ അന്ധവിശ്വാസത്തിൻ്റെയും കേരളത്തിലെ ഇത്തരം നിറികെട്ട ആചാരങ്ങൾക്ക് വേണ്ടി പ്രചരണം കൊടുക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും പങ്കുണ്ട്. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഞാൻ നോക്കട്ടെ, ചോദിച്ചത് ആരും ചോദിക്കുക, ചെങ്കോല് പ്രതിഷ്ഠിച്ച ഒരു പാർലമെന്റിൽ, ആ പാർലമെന്റ് തന്നെ നമ്മുടെ നാടിന് അപമാനം എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇന്ത്യ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആരാധനാലയം പോലെ നമ്മൾ സൃഷ്ടിക്കേണ്ട അങ്ങനെ ഒരു സ്ഥലത്ത് കേരളത്തിൽ മാതൃകയാകേണ്ട ഇത്തരം ജനപ്രതിനിധികൾ ഈ കൂടോത്ര കഥകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ KPCCയുടെ ഓഫീസിൽ അദ്ദേഹത്തിന് ചുറ്റും കൂടോത്രം കുടിച്ചിട്ടെന്ന് പറഞ്ഞു. ആരാ KPCC ഓഫീസിൽ CPI-കാർ കയറത്തില്ലല്ലോ, BJP-കാർ കയറത്തില്ലല്ലോ, അവരുടെ ആൾക്കാർ തന്നെയല്ലേ കയറുന്നത്. അതിനകത്ത് കയറാൻ സ്വാതന്ത്ര്യമുള്ളവർക്കല്ലേ കയറാൻ പറ്റുള്ളൂ. അവിടെ കൂടോത്രം കുടിച്ചിട്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ